നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീനാസ് അമേസിംഗ് വേൾഡ്. ഞാൻ രാവിലത്തെ കാര്യങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം പെട്ടെന്ന് ആക്കുകയാണ് കേട്ടോ. രാവിലെ എനിക്ക് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് കുറേ ചെടികളൊക്കെ വെട്ടാനുണ്ട്. കുറേ ആയിട്ട് മാറ്റി വെച്ചിരുന്നതാണ് അതൊക്കെ. കാരണം ഒന്ന് ഇത്തിരി വലുതായിക്കോട്ടെ എന്ന് വെച്ച് തന്നെ വെച്ചിരുന്നതാണ്. ബൊഗൈൻവില്ലയാണ് മെയിനായിട്ടും. അതൊക്കെ ഇന്ന് കുറച്ച് കമ്പൊന്ന് നീണ്ടു വന്നതിന് ശേഷം അത് കട്ട് ചെയ്തിട്ട് നഴ്സറിയിലേക്ക് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് മുറ്റത്തോട്ടിപ്പോൾ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ ആ ഒരു കാർ പോർച്ചിൻ്റെ ആ ഏരിയ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൻ്റെ മുൻവശം അവിടെ ഒക്കെ ഇങ്ങനെ വൃത്തിയാക്കി അങ്ങനെയൊക്കെ ചെയ്തേ ഉള്ളൂ. പക്ഷേ ഇപ്പുറത്തേക്കെല്ലാം നല്ലതായിട്ട് പുല്ലൊക്കെ കയറി ആകെ കാട് പിടിച്ച അവസ്ഥയിലാണ്. ഞാൻ പറഞ്ഞതല്ലേ, എനിക്ക് ഇപ്പം സഹായിക്കാൻ ആളിനെ കിട്ടാത്ത കാരണം ഇച്ചിരി ബുദ്ധിമുട്ടിലാണ്. കാരണം ഒറ്റയ്ക്ക് എനിക്കതെല്ലാം കൂടെ ചെയ്യാൻ പറ്റുകയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ പെട്ടെന്ന് സാമ്പാറും ഇഡലിയും ചമ്മന്തിയൊക്കെ പെട്ടെന്ന് ആക്കുകയാണ്. അപ്പം പരിപ്പ് ആദ്യം തന്നെ വേവിച്ച് വെച്ചു. പിന്നെ അതിലേക്ക് തന്നെ കഷ്ണങ്ങൾ അധികമൊന്നും ഇട്ടിട്ടില്ല. കിഴങ്ങ്, തക്കാളി, കൊച്ചുള്ളി, പിന്നെ പച്ചമുളക് ഇത്ര മാത്രം ഞാൻ ഇട്ടിട്ട് അത് വീണ്ടും ഒന്ന് ആവിക്ക് വെച്ചിരിക്കുകയാണ്. പിന്നെ ചായയാക്കി അതിൻ്റെ കൂട്ടത്തിൽ ഇഡലിയും കൂടെ പെട്ടെന്നാക്കുകയാണ്. അപ്പോൾ ഇത്രയും തീർത്തിട്ട് എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം അപ്പം ആരെങ്കിലും രാവിലെ പെട്ടെന്ന് കഴിക്കണമെന്ന് തോന്നിയാലും എല്ലാം ടേബിളിൻ്റെ മുകളിലുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് മുറ്റത്ത് നിന്ന് ജോലി ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ അതുമല്ല, എനിക്കിന്ന് ഇതെല്ലാം കൂടെ ഒന്ന് തീർത്തിട്ട് വേണം അന്ന് അമ്പലത്തിൽ പോകാനും. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെച്ചു. അപ്പോൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് സിലിണ്ടർ കാലിയായെന്നുള്ള കാര്യമേ. പിന്നെ അപ്പോൾ നോക്കിയപ്പോൾ തീരെ തീ കുറവ്. പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത് തീർന്നെന്ന്. പിന്നെ അതെല്ലാം മാറ്റി വെച്ചു. എന്നിട്ട് പിന്നെയാണ് എല്ലാത്തിനും തീയൊക്കെ കൊടുത്ത് പെട്ടെന്ന് എല്ലാം ചെയ്തത് കേട്ടോ. പിന്നെ ഞാൻ ഇത് എഴുതിയിട്ടേക്കും ഡേറ്റിൽ. ഗ്യാസ് തീർന്ന പുതിയ സിലിണ്ടർ എപ്പോഴാണ് വെക്കുന്നതെന്ന് വെച്ചാൽ അത് ആ ഡേറ്റ് എഴുതിയിട്ടേക്കും. അപ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര ദിവസം നമ്മളൊരു സിലിണ്ടർ യൂസ് ചെയ്തെന്നുള്ള കാര്യം. അപ്പോൾ പിന്നെ ചമ്മന്തിയൊക്കെ ആക്കി അത് ഞാൻ തേങ്ങ കൊത്താക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. പിന്നെ അത് മില്ലറ്റാണ്, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇഡലിയും വെന്തു, പിന്നെ ചമ്മന്തിയായി, സാമ്പാറുമായി, എല്ലാം ആയി. എല്ലായിടത്തും ഞാൻ ടേബിളിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വളരെ ഫ്രീ ആയിട്ട് എനിക്ക് മുറ്റത്തോട്ട് ഇറങ്ങി നിന്ന് ജോലി ചെയ്യാം. അപ്പോൾ പിന്നെ വന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങി തൂക്കാനോ അങ്ങനെ ഒന്നിനും ഞാൻ മുറ്റത്തോട്ട് ഇറങ്ങിയതേ ഇല്ല കേട്ടോ. നേരെ അടുക്കളയിൽ. സാധാരണ ഞാൻ ആദ്യം വെളിയിൽ പോയി തൂത്തിട്ടേ ഉള്ളൂ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇന്നപ്പോൾ രാവിലെ ഞാൻ തൂക്കാനൊന്നും പുറത്തോട്ട് ഇറങ്ങിയതേ ഇല്ല. പിന്നെ ചൂലെല്ലാം കൊണ്ട് അവിടെ വെച്ചു. അത് കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ ഇത് വെട്ടാനായിട്ട് കത്രിയൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പം ഞാൻ വന്ന കണ്ടോടനെ അവിടെ ഉറങ്ങി കിടക്കുമായിരുന്നു അവൾ. ഉടനെ ഓടി വെളിയിൽ വന്നിരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ മേളിൽ തൂക്കിയിട്ടിരിക്കുന്നതിനകത്തു നിന്നൊക്കെ പൂ വന്നിട്ട് കഴിഞ്ഞു. അപ്പം അതൊക്കെ ഒന്ന് വെട്ടി ഒതുക്കാമെന്ന് വെച്ചതാണേ. പിന്നെ ഏതാണ്ട് ഈ പൂവാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ. എനിക്ക് അതിനകത്ത് നിറച്ച് മുട്ടുണ്ട്. പൂ വരാറായി, വയലറ്റ് കളറാണ് പൂവെന്ന്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂ. പക്ഷെ പെട്ടെന്ന് അത് അങ്ങ് ഇതായിപ്പോകും കേട്ടോ. ഈ വിടർന്ന് നിൽക്കുന്നത് പെട്ടെന്ന് തന്നെ അങ്ങ് ചെറുതായി. എനിക്കൊരു 10 മണിച്ചെടി പോലെ അങ്ങനെ വല്ലതും ആണോ എന്നറിയത്തില്ല. ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് ഉണങ്ങിപ്പോകും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നിറച്ച് വീണ്ടും അതിൻ്റെ എല്ലാം മുട്ട നിൽപ്പുണ്ട്. കുറേ കഴിയും വൈകുന്നേരം എനിക്കൊന്ന് 10 മണിക്ക് വൈകിട്ട് 4 മണിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അതിനകത്ത് പൂ വരുന്നതെന്ന് തോന്നട്ടെ. വൈകിട്ട് ഞാൻ നോക്കിയപ്പോഴും ഒരു പൂ നിൽപ്പുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറേ ആയിട്ട് ഇങ്ങനെ നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. അതും പിന്നെ വിനോദം പറഞ്ഞ് അതിനെ അങ്ങ് വെട്ടിക്കും. അപ്പം പിന്നെ വേറെ പുതിയത് പൊട്ടിക്കളിച്ച് വരുമല്ലോ എന്ന് പറഞ്ഞു. അപ്പം അതും പിന്നെ നഴ്സറിയിലൊക്കെ തന്നെ കൊടുത്ത് വിട്ടേക്കാം. ഇവിടെ ഈ ഞാൻ വെക്കുന്ന ചെടികളെല്ലാം കട്ട് ചെയ്യുന്നത് മുഴുവൻ ഞാൻ നഴ്സറിയിലോട്ട് കൊടുത്ത് വിടുന്ന കേട്ടോ. നേരത്തെയൊക്കെ വിനോദിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ നഴ്സറിയിലോട്ട് കൊടുത്ത് വിടുമായിരുന്നു. ഇപ്പോൾ ഇത് ഇങ്ങോട്ടേക്കാണ് കൊടുത്ത് വിടണേ. പിന്നെ ഈ ബൊഗൈൻവില്ലയൊക്കെ ഇവിടെ എല്ലാം ആ ചെമ്പരത്തി അങ്ങനെയൊക്കെ അങ്ങനെ പടർന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഒതുക്കണം. ഇന്നിപ്പോൾ അതിനൊന്നും നേരമില്ലാഞ്ഞാണ് ഇവനോണ്ടെ കൊടുത്ത് വിടാനുള്ളതെല്ലാം നോക്കിയാണ് ഞാൻ കൂടുതലും കട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ആ ചെമ്പരത്തിയിലോട്ട് നോക്കിയപ്പോൾ വീണ്ടും ആ വെള്ളിച്ച പോലത്തെ അത് മുഴുവനായിട്ടുണ്ട്. അപ്പം അന്ന് ഞാൻ ആ വിനാഗിരിയും മഞ്ഞളും എല്ലാം കൂടെ ചേർത്ത് ഞാൻ സ്പ്രേ ചെയ്തായിരുന്നല്ലോ അമ്മ പറഞ്ഞിട്ട്. അപ്പോൾ അത് മാറിയായിരുന്നു കേട്ടോ. ഇപ്പോൾ പിന്നെ കുറേ ആയില്ലേ, മഴയൊക്കെ പെയ്തെല്ലാം ആയി. പക്ഷേ ഞാൻ പിന്നെ അത് ഒഴിക്കാൻ തളിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല.
അപ്പോൾ വീണ്ടും ഇപ്പം നിറയായിട്ടുണ്ട്. ഇനിയിപ്പം നാളെ അതെല്ലാം ഒന്ന് ചെയ്ത് കൊടുക്കണം. പിന്നെ വൈകിട്ട് ചെയ്യാമെന്ന് വെച്ചാൽ, പക്ഷേ ഇവിടെ 2 മണി കഴിഞ്ഞപ്പോൾ തൊട്ടേ നല്ല മൂടലുമായിരുന്നു, ഇടിമുഴക്കമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ കരുതി വൈകിട്ട് മഴ പെയ്യും, അതുകൊണ്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ട് ഇന്ന് ഇട്ട് കൊടുത്തില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ അത് തളിച്ച് കൊടുത്തേരാം. അപ്പം നിറച്ചായി കേട്ടോ. അതിനൊരു മുരടിപ്പ് പോലെ, പക്ഷെ നിറച്ച് മൊട്ടുമുണ്ട്. അതിൽ 2 ചെമ്പരത്തിയിലും നിറച്ച് മൊട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഇപ്പോഴത്തെ ബൊഗൈൻവില്ലയുടെയൊക്കെ അവസ്ഥ. വലിയ പൂക്കളൊന്നുമില്ല, വന്നതൊക്കെ കൊഴിഞ്ഞു പോയിട്ട് അടുത്തതൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഈ മഴയൊക്കെ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ, അറിയില്ല. പിന്നെ ഇതിൻ്റെ ചട്ടിക്കകത്തെല്ലാം കളയൊക്കെ നന്നായിട്ട് കയറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഓരോ ദിവസമായിട്ട് പയ്യെ ചെയ്യണം. കാരണം ഒരു സൈഡ് ഒതുക്കി വരുമ്പോൾ എനിക്ക് അടുത്ത സൈഡ് നല്ല പണിയായിട്ട് കിടക്കും. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരുപാട് ചെടിയൊക്കെ വെക്കുന്നവരില്ലേ, ഭയങ്കര ക്രൈസായിട്ടൊക്കെ, അവരെങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് ആകെപ്പാടെ കുറച്ചേ ഉള്ളൂ, എന്നിട്ട് എന്നെക്കൊണ്ട് പറ്റണില്ല. പിന്നെ ആ പുളിമരമൊക്കെ അവർ വെട്ടി ഒതുക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ. അത് മൊത്തത്തിൽ വെട്ടിക്കളയാൻ പറ്റില്ല, കാരണം 2 വീടും അടുത്തടുത്ത് നിൽക്കുന്ന കാരണം ആ മരം വെട്ടിക്കളയാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ അതിന് വലിയ ശിഖരങ്ങൾ വരുന്നതിന് മുന്നേ വെട്ടി ഒതുക്കി നിർത്തുകയാണ്. അത് നല്ലൊരു പൈസ ചിലവാണ് കേട്ടോ, ആ വെട്ടി ഒതുക്കുന്നതിന് തന്നെ. പിന്നെ ഞാൻ ഇത് നോക്കിയപ്പം ഇത് അത്യാവശ്യം ഇത് പെട്ടെന്ന് 2 മഴ പെയ്യുമ്പോഴേ അത് പെട്ടെന്ന് അതിൻ്റെ ശിഖരങ്ങളൊക്കെ കൊച്ചു കമ്പൊക്കെ പൊട്ടിക്കളിച്ചൊക്കെ വന്നോളും. അപ്പോൾ അങ്ങനെ ഇത് നിറച്ചായി, താഴെ എല്ലാമായി. പിന്നെ ആ 2 ബൊഗൈൻവില്ലയും മുരടിച്ച പോലെ ആയിപ്പോയി കേട്ടോ. ഇതിൻ്റെ ഈ തണലത്ത് നിൽക്കുന്നതുകൊണ്ടായിരിക്കും. ഞാനത് അവിടെ കൊണ്ട് വെക്കുന്നതിന് പിന്നെ അത് നിറച്ച് പോവായിരുന്നു. അതിൻ്റെ കീഴെ കൊണ്ട് വെച്ചോടെ അതൊക്കെ അങ്ങ് മുരടിച്ചു പോയി. പിന്നെ ഇപ്പോൾ അതിൻ്റെ മണ്ടക്കോട്ടുള്ള കമ്പുമൊക്കെ ഞാൻ വെട്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നും കുറച്ച് കമ്പെല്ലാം വെട്ടിയെടുത്തു. ഇതെല്ലാം നഴ്സറിയിലേക്കുള്ള അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാനിവിടെ വളർത്തുന്നത് തന്നെ, നഴ്സറിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവിടെ വെക്കുന്നതിനേക്കാൾ എനിക്കാകുമ്പോൾ വീട്ടിൽ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് വെക്കാമല്ലോ, എനിക്ക് വേണ്ടി മേടിച്ച് വെച്ചതാണ് ഞാൻ. പക്ഷേ എന്നാൽ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേസ്റ്റാക്കി കളയണ്ടല്ലോ, നഴ്സറി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ മറ്റേത് ഞാൻ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. വേറെ എനിക്ക് പരിചയത്തിലുള്ള ആരെങ്കിലുമൊക്കെ ചോദിക്കുമ്പോൾ അവർക്കെല്ലാം വെട്ടി ഞാൻ കൊടുക്കും കേട്ടോ. ഇവിടെ ആര് വന്ന് എൻ്റെ അടുത്ത് ചെടി ചോദിച്ചാലും ഞാൻ അവർക്ക് ചെടി കൊടുക്കും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ചെടി ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം കിട്ടും. അവരെ കൊണ്ട് അത്ര ഇഷ്ടത്തോടെ ചോദിക്കുന്നുണ്ടല്ലേ, അങ്ങനെ. പിന്നെ ഇതൊക്കെ പിന്നെ ഹൈബ്രിഡിൻ്റെ ഒക്കെ വലിയ മുള്ളില്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമില്ല. എൻ്റെ അടുത്ത് കുറേ നാടൻ ബൊഗൈൻവില്ല ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കയ്യിൽ രാവിലെ ഇച്ചിരി ധൃതിയും കൂടെ ഉണ്ട് എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള. അപ്പോൾ കൈയൊക്കെ അത്യാവശ്യമൊക്കെ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് അതിൻ്റെയൊക്കെ മുള്ള് കൊണ്ടിട്ട്. അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ ഇതിൻ്റെ എല്ലാം ചോട് ഇളക്കാനുണ്ട്, ഇളക്കി കളയെല്ലാം പറിച്ച് കളയാനുണ്ട്. പിന്നെ വേണ്ട ഇത് കുഞ്ഞിയുടെ പുല്ലാണ് കേട്ടോ, അത് നിറച്ച് നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി അവളെ ഇനി വലിച്ചിട്ട് ചട്ടിയും കൂടെ വേണമെങ്കിൽ പൊട്ടിച്ച് കളയും, അങ്ങനത്തെ സാധനമാണ്. അപ്പോൾ അതാണ് ഞാനതെല്ലാം വലിച്ചിട്ട് താഴോട്ട് ഇട്ട് കൊടുത്തു. അവൾ വന്ന് കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ എന്ന് വെച്ചിട്ട്. ഇനി ഇതിൻ്റെ എല്ലാം ഒന്ന് കള പറിക്കാനുണ്ട്. പിന്നെ ഞാൻ ഇതെല്ലാം വെട്ടിയിട്ടതെല്ലാം കൂടെ ഒന്ന് എടുത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഒരു കവറിനകത്തിട്ട് കൊടുത്ത് വിടാനായിട്ട് അവിടെ എല്ലാം കുറേ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് കാണാം കേട്ടോ.
അപ്പോൾ ഞാൻ ജോലിയെല്ലാം തീർത്തിട്ട് പെട്ടെന്ന് അമ്പലത്തിൽ വന്ന്, അമ്പലം അടയ്ക്കുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ അമ്പലം അടച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുത് തിരിച്ച് വീട്ടിൽ വന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുറ്റമൊക്കെ കാണിക്കാനിട്ട് രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എല്ലാം തൂത്ത് വൃത്തിയാക്കിയതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ. പിന്നെ കുഞ്ഞ് വീണ്ടും എന്നെ ഓടി വെളിയിൽ വന്നിരിക്കുകയാണ്. പിന്നെ ഇന്നലെ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയ്ക്കകത്ത് ഞാൻ അഗ്ലോണിമ ഇങ്ങനെ വെട്ടിയിട്ട് ഞാൻ കുത്തി വെച്ചായിരുന്നല്ലോ, അതിന് വാട്ടമൊന്നുമില്ലാണ്ട് നന്നായിട്ട് നിൽക്കുന്ന കേട്ടോ. ഇതേ കണ്ട, അത് ആ ഒരു കരിഞ്ഞ ഇലയെ കാണുന്നത് നേരത്തെ തൊട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. എനിക്ക് വെട്ടിക്കളയാനുള്ള മടിക്ക് ഞാനതിനെ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ശരിക്കുമുള്ള ഇലയുടെ കളറ് ഈ മേളിൽ കാണുന്ന മഞ്ഞ പോലത്തെ കളറാണ് കേട്ടോ. ഞാൻ എടുത്ത് അകത്ത് വെച്ചുകൊണ്ടാണോ എന്നറിയത്തില്ല, അതിൻ്റെ താഴത്തേക്കുള്ള അതിൻ്റെ കളറൊക്കെ മാറി. പിന്നെ മേടിച്ചിട്ട് വന്നപ്പോൾ ഈ കളറിലായിരുന്നു ഈ ചെടി ഇരുന്നിരുന്നത് കേട്ടോ. ഇപ്പം വെളിയിലോട്ട് വന്നപ്പോൾ, പക്ഷേ ഇതിനധികം വെയിലിൻ്റെ ആവശ്യവും ഇല്ല കേട്ടോ. വെയിൽ കൂടിപ്പോയാൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ അത് ഓക്കെയാണ്. അതിന് പുതിയതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ അകത്തിരുന്ന പാമ്പെടുത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് എടുത്ത് വെളിയിൽ കൊണ്ടുപോയി, കഴിഞ്ഞതിൻ്റെ അല്ല അതിൻ്റെ മുന്നത്തെ വീഡിയോയ്ക്കകത്ത് ഞാൻ ഇതിനെ എടുത്ത് വലിച്ചെടുത്ത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കണ്ട, അതിനകത്ത് 2 ഇല പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതുണ്ട്, ഇതിനകത്തും പുതിയ തളർപ്പുണ്ട്, പുതിയ ഇലയും വന്നിട്ടുണ്ട്, പുതിയ തളർപ്പും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.